ഹായ്, ഹലോ, നമസ്കാരം. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരു ബ്ലോഗുമായി വരികയാണ്. എന്റെ പേര് രാജീവ്, എന്റെ കൂടെയുള്ളത് ജസ്റ്റിൻ. തണുപ്പ് എല്ലാം ചേർന്ന ഒരു കാലാവസ്ഥയാണ് മൂന്നാറിൻ്റെത്. മൂന്നാറിന് തേയിലയ്ക്ക് പ്രാധാന്യമുള്ളത് പോലെ തന്നെ ഏലത്തിനും വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് മൂന്നാർ. മൂന്നാർ എന്ന് പറയുന്നത് വളരെ സുന്ദരവും ജീവിക്കാൻ നല്ല വായു കിട്ടുന്നതും നല്ല വെള്ളം കിട്ടുന്ന എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് മൂന്നാർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കണ്ടു തീരാൻ പറ്റാത്തത്രയും കാഴ്ചകൾ, എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ, കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ, ഒരുപാട് കാഴ്ചകൾ ഈ മൂന്നാറിനുണ്ട്. ഈ മൂന്നാറിന് നമ്മളോട് പറയാനുമുണ്ട്. നമുക്ക് മൂന്നാറെ കണ്ടാസ്വദിക്കാം. വാ. ഈ മരമെല്ലാം ശരിക്കും പറഞ്ഞാൽ പ്രകൃതിക്ക്, മൂന്നാറിന് മാത്രം സ്വന്തമായിട്ടുള്ള സാധനമാണ്. എന്താന്ന് വെച്ചാൽ ഇത്രയും വലിയ മരങ്ങളൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടിൽ എവിടെയും കാണാറില്ല. കാരണം ഇവിടെ മരം മുറിക്കാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ക്ലൈമറ്റ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലേ ജസ്റ്റിനെ? ഈ മരത്തിനെ കുറിച്ചുള്ള നിനക്ക് എന്താ പറയാള്? ഏറ്റവും കൂടുതൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എല്ലായിടത്തും ഫെൻസിലിങ്ങും കാര്യങ്ങളെല്ലാം കെട്ടിയിട്ടുണ്ട്. അല്ലേ ജസ്റ്റിനെ? നമ്മൾ നിന്ന് പോകുന്ന സാധനമാണ്. ഇതെല്ലാം ഇനി കാണാൻ ഉണ്ടാവില്ല. എന്താണ് വീഴുന്നറിയില്ല. എന്നാലും ജസ്റ്റ് ഫോറസ്റ്റ് മുഴുവൻ കാണാനല്ലടാ. അവിടെയായിട്ട് ഒരു ഏർമാടം ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല, എന്നാലും ഒന്ന് കാണിക്കാൻ നോക്കാം കേട്ടോ. ക്യാമറ അത്യാവശ്യം നല്ല സൂമിങ്ങിലാണ് ഇപ്പം നോക്കുന്നത്. ഏകദേശം 1.5 കിലോമീറ്ററിന് മേലെയാണ് അത് കാണുന്നത്. ക്യാമറയിൽ സൂം ചെയ്യുന്നതുകൊണ്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല, കാരണം സൂമിങ് ആയതുകൊണ്ട് ക്യാമറ അത്ര പോരാ. സൂമിങ് ആണ്, അതുകൊണ്ടാണ് ക്ലാരിറ്റി ഇല്ലാത്ത. ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അകലെ കേട്ടോ ആ ഏർമാടം. അതുകൊണ്ടാണ് അത്ര വലിയ ക്ലാരിറ്റി ഇല്ലാത്ത. പിന്നെ ചെറിയ സാങ്കേതിക തകരാറ് സംഭവിച്ചു. ഇൻ്റർനെറ്റ് ഡിസ്കണക്റ്റ് ആയിപ്പോയി, റേഞ്ച് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ നടന്ന് നമ്മള് ഫോറസ്റ്റിന്റെ ഒരു ഒത്ത നടുക്കെത്തിയിട്ടുണ്ട്. ജസ്റ്റിന് കുറച്ച് പേടിയുണ്ട്. ജസ്റ്റിനെ? പേടിയില്ലേ? എനക്ക് പേടിയൊന്നുമില്ല. ആനയോ എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റിയെങ്കിൽ നല്ലത്. നമുക്ക് നമ്മളെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം, അല്ലേ? പിന്നെ ഈ പ്രകൃതിയും ഈ പച്ചപ്പും ഉണ്ടല്ലേ?
അപ്പൊ ഇല്ല അതല്ലേ എന്നാ ക്യാമറയിൽ എടുക്കണ്ടേ ആ അപ്പോ നമുക്ക് ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് ഇതെല്ലാം കാഴ്ചകളെല്ലാം കണ്ടു കണ്ടു പോവാം. ഒന്നുമില്ലെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഈ പ്രകൃതിയും ഇതിന്റെ പച്ചപ്പും എല്ലാം കണ്ട് നമുക്ക് പോകാം. പ്രിയമുള്ളവരെ, ഒരിക്കലും നമുക്ക് എല്ലാവർക്കും ഒന്നും ഇങ്ങനെ വന്ന് കാണാൻ പറ്റില്ല മൂന്നാറ്. അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് മാക്സിമം വിഷ്വൽ കൊണ്ടുപോകാൻ ശ്രമിക്കും. ഞങ്ങൾ ഇതിന്റെ തുടക്കക്കാരാണ്. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് അധികം വലിയ അറിവോ പരിജ്ഞാനമോ ഒന്നുമില്ല. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കാണാം, ഓരോ കാഴ്ചകൾ കണ്ട് കണ്ട് അങ്ങനെ പോകാം. അല്ല ലക്ഷ്യമാണ് കേട്ടാ. കേട്ടാ വളരെ ഷാർപ്പായ ഒരു മുള്ളാണ്. എന്താ കായെന്ന് അറിയാൻ വേണ്ടി എടുത്താണ്. അപ്പം തന്നെ ഇത് കയ്യിലേക്ക് കയറി. കേട്ടാ അപ്പം തന്നെ അതെല്ലാം ഉണ്ടാവും. തലകറങ്ങി പോകും. ഇതെന്താ കായെന്നൊന്നും ആർക്കറിയില്ല. ഇത് എന്താണെന്ന് അറിയില്ല സംഭവം. ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ, മൂന്നാറുകാരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഇതെന്താന്ന്. നമ്മളെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല ഈ കൈ ഇങ്ങനെ. ഇത് നമ്മളെ എന്താ പ്ലാവ്, ആഞ്ഞിലിപ്ലാവിന്റെ കായ് കണക്കെല്ലാം ഉണ്ട്. പക്ഷെ ആഞ്ഞിലിപ്ലാവല്ല. ഇത് മൂന്നാറിന്റെ മാങ്കുളം എന്ന പഞ്ചായത്തിൽ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു തേയിലക്കാട് കാണാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തേയിലക്കാട് കാണാൻ പറ്റും. അപ്പൊ ആ തേയിലക്കാട്ടിന് അപ്പുറത്തേക്ക് മാങ്കുളം പഞ്ചായത്താണ്, അതിനപ്പുറത്തേക്ക് പള്ളിവാസൽ പഞ്ചായത്താണ്. അപ്പൊ ഇത് ഈ രണ്ട് പഞ്ചായത്തിനെയും വേർതിരിച്ചുകൊണ്ട്, മൂന്നാറിനെയും വിഷ്ണു എസ്റ്റേറ്റിനെയും വേർതിരിച്ചുകൊണ്ട് ഒരു വലിയ സഖ്യപർവ്വത നിര ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. അല്ലേ വിഷ്ണേ? കാണാനും ഭയങ്കര രസമാണ്. ഇതിനപ്പുറത്താണ് മൊത്തം തേയിലക്കാടുകൾ വരുന്നത്. നല്ല തേയില പ്ലാന്റേഷന് മൊത്തം മൂന്നാറിലേക്ക് വരെ വരുന്ന 20 കിലോമീറ്ററിലേക്ക് ഇങ്ങനെ തേയിലത്തോട്ടത്തിനിടയിലൂടെ നമുക്ക് പോകാം. ഒരു ദിവസം എന്തായാലും നമ്മളെ പ്രേക്ഷകർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും. അല്ലേ സ്നേ? കവർ ചെയ്യും. മൂത്തില് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. മൂന്നാറിനെ കാണുന്ന കാഴ്ചകളും നിങ്ങൾ കാണാത്ത കാഴ്ചകളും എല്ലാം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതിന് നിങ്ങൾ സപ്പോർട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സപ്പോർട്ട് ചെയ്യുക. ഇത് ഞങ്ങളുടെ പാഷനാണ്. ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഞാനൊരു ഷെഫാണ്. ജസ്റ്റിൻ ഡ്രീമിന്റെ പുറത്തുള്ള ഒരു ഇതാണ്. ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അത് ഞങ്ങൾ മാക്സിമം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾ കാണണം. നിങ്ങളുടെ സപ്പോർട്ട് ഇതിൽ വലിയൊരു കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പല പല വീഡിയോസും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പിന്നെയും കാണാൻ നമുക്ക് കാഴ്ച ഇങ്ങനെ എടുക്കുവാനെ. നിനക്ക് ഏത് രാജ്യത്തിന്റെ എംബ്ലം മനസ്സിലാവുന്നറിയോ? ജസ്റ്റ് ഈ ഇല കാണുമ്പോ നിനക്ക് ഏത് രാജ്യത്തിന്റെ എംബ്ലം എന്ന് മനസ്സിലാവുന്നുണ്ടോ? ന്യൂസിലൻഡിന്റെ എംബ്ലമാണ് ഈ സാധനം. നമ്മളിപ്പോ ന്യൂസിലൻഡിൽ എത്തിയോന്നൊന്നും ചോദിക്കണ്ട. എന്താ താഴെ അതൊരു റിസോർട്ടാണ്, 0 ഡിഗ്രി എന്ന് പറയും. കാണുന്നുണ്ടോ? ജസ്റ്റ് കാണുന്നുണ്ടോ നീ? ഒരുപാട് റീലിൽ എടുക്കുന്നുണ്ട് അല്ലേ എല്ലാരും വന്നിട്ട്? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോക്ക് അധികം ലെങ്ത് ആകും. അതുകൊണ്ട് തുടർന്നും വീഡിയോ വന്നുകൊണ്ടിരിക്കും. ഇനിയും നമുക്ക് കറുപ്പുസ്വാമി, ഇവിടെ തമിഴ്നാട്ടുകാരുടെ ആചാരമായ കറുപ്പുസ്വാമി, ഇതെല്ലാം നമുക്ക് കാണാനുണ്ട്. അതുപോലെ പോകുന്ന വഴിയുള്ള കാഴ്ചകൾ
പോകുന്നത്. ജസ്നെ ചായക്കാട് പെരുവാണല്ലേ അല്ലേ വെട്ടി ഇത് തളർത്ത് വരുമ്പോഴത്തേക്ക് എന്റെ പൊണ്ണോ എന്താ കാണാൻ കണ്ണിന് കാണാൻ എന്ത് മൈക്കില്ല ഞാൻ ചോദിച്ചു മൈക്കോ പറഞ്ഞ് അല്ലെങ്കിൽ ശബ്ദം കേൾക്കില്ലേ. അപ്പൊ ഈ എന്ത് ഭംഗിയാണെന്നറിയോ, ഇത് ശരിക്കും തളർത്ത് വരുന്നതേ ഉള്ളൂ. ഇതിന്റെ തടിയിലൊക്കെ ഇങ്ങനെ വന്നിട്ട് മേടിക്കുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ നടന്ന് എവിടെ എത്തി? കറുപ്പുസ്വാമിക്കോ അത് കറുപ്പുസ്വാമിയുടെ പ്രതിഷ്ഠയുടെ അടുത്തെത്തിയിട്ടുണ്ട് നമ്മളെ. അപ്പോ ഇതാണ് തമിഴ്നാട്ടുകാരുടെ ആചാരമായ കറുപ്പുസ്വാമി എന്ന് പറയുന്ന പ്രതിഷ്ഠ. ഇവർക്ക് എന്താ ഇവരുടെ ഏറ്റവും വലിയ ആചാരമാണ് കറുപ്പുസ്വാമി എന്നുള്ളത്. എന്താ കോവിൽ ശരിക്കും കാണിക്കണം. ഇതുണ്ട് കറുപ്പുസ്വാമി, മാരിയമ്മൻ, അങ്ങനെയുള്ള ഓരോ മൂർത്തികളെയാണ് ഇവരെ ആരാധിച്ചു വരുന്നത്. ഇനിയുണ്ട്, ഇനിയും നല്ല ഇതായിട്ടുള്ള അവരുടെ ഇനിയും കാണാണ്ട് കറുപ്പുസ്വാമിയെ കുറിച്ചും ഇതെല്ലാം കുറിച്ചും നമുക്ക് കണ്ടുവരാം. മൈക്കോണല്ലേ, ഇതെല്ലാം പ്ലാന്റേഷൻ ആണ്. ഇതെല്ലാം കാട്ടുപൂക്കളെല്ലാം നല്ല ഇതായിട്ടുണ്ട്. അയ്യോ ഇതാണ് കറുപ്പുസ്വാമിയുടെ നമ്മൾ പറഞ്ഞ ഇത്. ഇവിടെ പൂജയും കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ള സ്ഥലമാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ പൂജ എല്ലാം നടന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ ആടിനെയൊക്കെ അറുത്ത് ഇവര് പൂജ ചെയ്യാറുണ്ട്. കരിമ്പെല്ലാം നാട്ടി വെച്ചിരിക്കുന്നുണ്ട്. ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള കരിമ്പെല്ലാം വെച്ചിട്ടുണ്ട്. ഇവര് പ്രധാന ഒരു ആരാധന മൂർത്തിയാണ് കറുപ്പുസ്വാമി ഇവരുടെ തമിഴ് നാട്ടുകാരുടെ. അപ്പോ ഇവരുടെ ഇതിനെ കുറിച്ച് നമ്മ ശരിക്കും അറിയില്ല എന്താ കറുപ്പുസ്വാമി. ഞാൻ പോയിട്ടുണ്ട് ഇതിനു മുമ്പേ. അവര് പിന്നെ ഇവരുടെ പൂജയിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനെ കുറിച്ച് ശരിക്കുമായിട്ട് അറിയില്ല. അപ്പോ ഇതിനെ കുറിച്ച് കറുപ്പുസ്വാമിനെ കുറിച്ച് നല്ല ഒരു വീഡിയോ, കറുപ്പുസ്വാമിയെ ശരിക്കും അറിയുന്ന ഒരു നല്ലൊരു വീഡിയോ നമ്മൾ എന്തായാലും എടുത്ത് ഇടുന്നതായിരിക്കും. എല്ലാവർക്കും പ്രേക്ഷകർക്ക് അത് കാണിക്കുന്നതായിരിക്കും. പ്രേക്ഷകരുടെ മുന്നിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. കേട്ടാ ഇവിടെ നിൽക്കുന്നത് ഈ ഒരു ആംബിയൻസ് തന്നെ നോക്കുക എന്റെ സുഹൃത്തുക്കളെ. എന്ത് മലകളും സഖ്യപർവ്വത മലകളും എല്ലാം കൂടി ചേർന്ന ഒരു പ്രത്യേക ആംബിയൻസിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നന്നായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഞങ്ങൾ വലിയ വീഡിയോഗ്രാഫേഴ്സോ ഫോട്ടോഗ്രാഫേഴ്സോ ഒന്നുമല്ല. ഞങ്ങളൊരു പാഷന്റെ പുറത്ത് ഇറങ്ങി തിരിച്ചവരാണ്. അപ്പോ ഞങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം തെറിയൊഴിച്ച് ബാക്കി എന്ത് കമന്റും നിങ്ങൾക്ക് ഞങ്ങളോട് പറയുന്നതായിരിക്കും. നിങ്ങളുടെ കമന്റുകൾക്ക് ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.